ടോവിനോ അടുത്ത സൂപ്പർ സ്റ്റാറാണ്. ടോവിനോ തകർത്തു. ത്രില്ലറാണ്. വളരെ ഇന്റലിജന്റ് ഫിലിം. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. എല്ലാം കൊണ്ട് സൂപ്പർ എന്റർടൈനർ. പടം ഭയങ്കര ഹിറ്റായിരിക്കും. ടോവിനോ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് പടം ഗംഭീരമാണ്. ടൊവിനോ കലക്കിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായും ഒരു സീറ്റ് ടച്ച് ത്രില്ലർ എന്ന് തന്നെ പറയാം. ഒരു ഫ്ലൈറ്റ് ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു അതിജീവനത്തിന്റെ കഥ പറഞ്ഞു നോക്കുന്ന ലോകത്തിന് ശേഷം ഒരു നല്ലൊരു ഫ്ലൈറ്റ് ജേണി കണ്ടു. ടോവിനോ നല്ലൊരു പെർഫോമൻസ് ആണ്. ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട്. അത് കിട്ടുന്ന ഫൈറ്റ് ആണ്. ഒരു പ്ലെയിനെ കാണുന്ന ഫൈറ്റ് ഉണ്ട്. അത് നല്ല രസമായിട്ട് കയറി ഒരു കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ ചെയ്തില്ലേ. പെർഫോമൻസ് ഒക്കെ അടിപൊളിയാ. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ഓരോ ത്രില്ലിങ്ങനെ കൂടിക്കൊണ്ട് വരിക. കാരണം ഒരു പുതിയ തുടക്കം കൂടെ ഇന്നലെ ഈ വർഷത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. ടൊവിനോ വേറെ ലെവലാണല്ലോ. എന്താ ഫാൻസ് അടിപൊളി. പടം കൊള്ളാം, കുഴപ്പമില്ല. ഒരു വൺ ടൈം വാച്ച് മൂവി, അത്രേ പറയാനുള്ളൂ. അതൊരു ഹിറ്റ് ബമ്പർ ഹിറ്റ് ആണെന്ന് പറയാൻ മാത്രം ആയില്ല. 2025 ഇപ്പോ ആദ്യമായിട്ടൊരു പടം വന്നതല്ലേ. കുഴപ്പമില്ലാതെ കണ്ടിരിക്കാം, അത്രേ പറയാം. നല്ല ത്രില്ലറാണ്. ഇൻവെസ്റ്റിഗേഷൻ, ഡയറക്ഷൻ സൈഡ് ആയാലും സ്റ്റൈലിഷ്, നല്ലൊരു പടമായിരുന്നു. ഈ അടുത്തിടെ ഞാൻ കണ്ട പടം ഇത്രയും നല്ലൊരു ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. സൂപ്പർ മൂവി. താങ്ക് യു. ടോവിനോ അടുത്ത സൂപ്പർ സ്റ്റാറാണ്. ടോവിനോ തകർത്തു. ത്രില്ലറാണ്. വളരെ ഇന്റലിജന്റ് ഫിലിം. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. എല്ലാം കൊണ്ട് സൂപ്പർ എന്റർടൈനർ. പടം ഭയങ്കര ഹിറ്റായിരിക്കും. ടോവിനോ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് പടം ഗംഭീരമാണ്. ടൊവിനോ കലക്കിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായും ഒരു സീറ്റ് ടച്ച് ത്രില്ലർ എന്ന് തന്നെ പറയാം. ഒരു ഫ്ലൈറ്റ് ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു അതിജീവനത്തിന്റെ കഥ പറഞ്ഞു നോക്കുന്ന ലോകത്തിന് ശേഷം ഒരു നല്ലൊരു ഫ്ലൈറ്റ് ജേണി കണ്ടു. ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആണ് സിനിമ കണ്ടപ്പോൾ മനസ്സിലാവും. എന്തായാലും ഒരു ശരിക്കും ഐഡന്റിറ്റി ആണ്. പലരുടെ ജീവിതത്തിലും പല രീതിയിലും ഐഡന്റിറ്റി മാറും. കാരണം പല രീതിയിലുള്ള സെക്സ് കണക്ട് ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് അത് പൈസക്ക് വേണ്ടി അത് മോശമായിട്ട് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റാണ്. പടം നല്ലതാണ്. നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിംഗ് ആണ്. ഫൈറ്റ് ഒക്കെ പറഞ്ഞാൽ അടിപൊളി ഫൈറ്റ്. ഒരു ഫൈറ്റേ ഉള്ളൂ. അത് മാർക്കോക്ക് ഒരു വെല്ലുവിളിയാണ്. മാർക്കോക്ക് വെല്ലുവിളി. രണ്ട് ജോണല്ലേ. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, മറ്റേ മാസ് പടം. രണ്ട് ജോണാണ്. അപ്പൊ വെല്ലുവിളി അത് രണ്ട് രീതി വിജയിക്കും. അത് വിജയിച്ച് ഇത് വിജയിക്കും. ഇത് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിംഗ് ആണ് പടം. ടോവിനോ നല്ലൊരു പെർഫോമൻസ് ആണ്. ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട്. അത് കിട്ടുന്ന ഫൈറ്റ് ആണ്. ഒരു പ്ലെയിനെ കാണുന്ന ഫൈറ്റ് ഉണ്ട്. അത് നല്ല രസമായിട്ട് കയറി ഒരു കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ ചെയ്തില്ലേ. പെർഫോമൻസ് ഒക്കെ അടിപൊളിയാ. പടം നല്ല ത്രില്ലിംഗ് ആ പടം. ഫസ്റ്റ് പടം അല്ലേ. ഈ ജനുവരിയിലെ ഫസ്റ്റ് പടം. അതായത് ഈ വർഷത്തെ ഫസ്റ്റ് പടം വിജയിച്ച്. അത് മോശമാക്കിയിട്ടില്ല. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ടോവിനോ നല്ല ചെയ്തിട്ടുണ്ട്. നല്ലൊരു തുടക്കമാണ്. ജനുവരിയിലേക്കുള്ള നല്ല തുടക്കമാണ്. തുടക്കം നല്ല ആട്ടെ. ഇനി വരുന്ന പടങ്ങളിൽ ഇതിനെ പാല് പിടിച്ച് വരട്ടുന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പടം എന്തായാലും കൊടുത്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. ടോവിനോ തോമസിന്റെ ARMന് ശേഷമുള്ള ഒരു അടിപൊളി തിരിച്ചുവരവ്. കാരണം ഫൈറ്റ് ഒക്കെ അദ്ദേഹം ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. ബോഡി ആണെങ്കിലും അതൊക്കെ ജിമ്മിലൊക്കെ പോയി കളിച്ചെടുത്ത് നല്ല ഇതായിട്ട്. കാരണം നമ്മൾ ARMന് ശേഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ഷേപ്പും ഫൈറ്റിംഗ് കാണുന്ന ഒരു മൂവിയാണ്. പിന്നെ അർച്ചന കവി എന്ന് പറഞ്ഞ തിരിച്ചുവരവാണ്. ചേച്ചിയുടെ നീലതാമരയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. പിന്നെ അതുപോലെ ഷെമി തിലൻ ചേട്ടൻ നല്ലൊരു ക്യാരക്ടർ. നമ്മൾ തിലാൻ സാറ് പോയെങ്കിലും ആ ഒരു രീതിയിൽ നമുക്ക് ക്ഷമിച്ചേണ്ട കാണാം. അതുപോലത്തെ പെർഫോമൻസ് ആണ് ചെയ്തത്. ഇക്കാരിയുടെ വലിയൊരു തിരിച്ചുവരായിരുന്നല്ലേ. അർച്ചന ചേച്ചിയുടെ തിരിച്ചുവരവ് തന്നെയാണ് പടം. പിന്നെ ഓരോ ആർട്ടിസ്റ്റുകളും നല്ല പക്കയായിട്ട് അഭിനയിച്ചു. ഫൈറ്റ് ഒക്കെ വേറെ ലെവലാണ്. ശരിക്കും ഫൈറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചായിട്ട് ഒരു ത്രില്ലറാണ്. പിന്നെ ഇന്ന് നടക്കുന്ന ചീറ്റിങ്ങിനെ കുറിച്ചുള്ളതൊക്കെ തുറന്നു കാണിക്കുന്ന പടമാണ്. ചീറ്റിംഗ് ഉണ്ടല്ലോ ഇത്. ആ ചീറ്റിംഗ് എല്ലാം തുറന്നു കാണിക്കുന്ന ഒരു സിനിമ. തട്ടിക്കൊണ്ടുപോക്കെ നല്ല കുറെ ഒരുപാട് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും കാണേണ്ട പടം തന്നെ. നല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും കൂടി. ഒരുപാട് പടം വന്നുള്ള ഇതൊരു വ്യത്യസ്തമായ ഒരു പടം തന്നെ. ഇപ്പൊ മലയാളത്തിന് പ്രത്യേകത എല്ലാം പുതുമുഖ, പുതിയ കഥകളാവുന്നുണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ഓരോ ത്രില്ലിങ്ങനെ കൂടിക്കൊണ്ട് വരിക. കാരണം ഒരു പുതിയ തുടക്കം. ഇന്നലെ ഈ വർഷത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. ടൊവിനോ വേറെ ലെവലാണല്ലോ. എന്താ ഫാൻസ് അടിപൊളി. അതെ, അധികം പറഞ്ഞ് സ്പോയിലർ ആയി പോകും. പക്ഷെ ഇതില് കുറെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയ സീക്വൻസ് അതാണ്. അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് കൈൻഡ്. ഒരു ആക്ഷൻ ഉണ്ടായിരുന്നില്ല. എഡ്ജ് ഓഫ് ദി സീറ്റ് എന്നൊക്കെ പറയും. റിയലി നൈസ്. താങ്ക് യു സോ മച്ച്. ഐഡന്റിറ്റി സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി പടമാണ്. പ്രത്യേകിച്ച് ടോവിനോ ചേട്ടന്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. വിനയ് സാറിന്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ മേക്കിംഗ് ഒക്കെ അത് ഗംഭീരമായിട്ടുണ്ട്. നല്ല ആക്ഷൻ മൂവീസ്. അത് ഇൻവെസ്റ്റിഗേഷൻ. അത് പുതിയ തുടക്കം.
It's a super action oriented. I mean, ഒരു സസ്പെൻസ് ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓരോരോ മൂമെന്റിലും ട്വിസ്റ്റുകൾ കാണുന്ന സമയത്ത് യെസ് ഇങ്ങനെയും ഇൻവെസ്റ്റിഗേഷൻ കഥ ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആൻഡ് ടോവിനോ ഗുഡ് ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ആസ് എൻ ആക്ഷൻ ഓറിയന്റഡ് ഫിലിം. അത് ആ ഫ്ലൈറ്റിന്റെയും കാർ ചേസും എല്ലാം കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആ പടം ഇങ്ങനെ പോകുന്ന സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്രാജുവൽ ഗ്രാഫാണ് അത്. അത് പോയി ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും യെസ് ഗുഡ് ഫിലിം, ഒരു നല്ലൊരു പടം കണ്ടിറങ്ങിയിട്ടുള്ള ഫീൽ ചെയ്യും. താങ്ക് യു. നിങ്ങൾ ഇതുവരെ മലയാളം സിനിമയിൽ കാണാത്ത തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ എല്ലാരും പോയി കാണണം. നമ്മുടെ ആ ഒരു ഇത് തിയേറ്ററിൽ തന്നെ കാണാം, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണം. ഈ സൗണ്ടിന്റെ ആയാലും എല്ലാത്തിലും ആ ഒരു രീതിയിലാണ് എടുത്തേക്കുന്ന പടം. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്. ആ ഒരു ഫസ്റ്റ് എൻഡിങ് 45 minutes സൂപ്പറാണ്. നിങ്ങൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒരാളെ എടുത്തു പറയാൻ പറ്റത്തില്ല. ഇഷ്ടമായിട്ടാണ് എല്ലാവരും ചെയ്തേക്കുന്നത്. അപ്പൊ ആക്ടിംഗ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ആക്ടിംഗ് ആണെങ്കിലും സൂപ്പറാണ്. മ്യൂസിക്കും കമ്പോസിങ്ങും എല്ലാം വേറെ ലെവൽ സാധനമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഒരു ഹോളിവുഡ് ലെവൽ തുടക്കം ഒരു ഹോളിവുഡ് ലെവലിന്റെ ഒരു നമുക്ക് ആ ഒരു രീതി തന്നെ ഈ പടം കാണാൻ പറ്റും. എന്തായാലും ഒരു പാൻ ഇന്ത്യ മൂവി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോ പേര് വിനയ്. അപ്പൊ വിനയ് ചേട്ടൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. വില്ലനാണ്. അപ്പൊ മലയാള സിനിമയിൽ ഇനിയും നല്ല രീതിയിൽ വില്ലൻ വേഷം ചെയ്യട്ടെ. மலையாளம் அவ்வளோ புரியல, ஸ்கிரிப்ட் கொடுத்தாங்கன்னா படிக்க முடியும். ரொம்ப நல்லா ரொம்ப நன்றி. தேங்க்யூ தேங்க்யூ. ஆமா, அவர் ரொம்ப ஃபிட், எனக்கு நல்லா எடுத்தாங்க. ரொம்ப நன்றி. சரோஜ படம் எல்லாம் சூப்பர் தான். தேங்க்யூ. ஹரிமான் மூவி வேற லெவல். ரொம்ப நன்றி. தேங்க்யூ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സാധാ അന്വേഷണ രീതിയിലുള്ള ഒരു പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേ ലെവലിലുള്ള ഒരു പടം. മനസ്സിലാവുന്നുണ്ടോ എവിടെയെങ്കിലും മനസ്സിലാവാത്തതായിട്ട് അങ്ങനെയുള്ള ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനത്തെ പറഞ്ഞാല് ഒരു ജസ്റ്റ് ഒരു ഷോട്ട് എന്ന് പറഞ്ഞാല് ടോവിനെ ഒരു പിന്നെ വെടിവെക്കുന്ന ഒരു സീനുണ്ട്, അതൊന്നും മനസ്സിലായില്ല പറയുന്നത് എന്താ. അല്ലാതെ പടം ഒരു സ്റ്റാൻഡേർഡ് മൂവി കണ്ടിരിക്കാം, അത്രയാണ്. ഒരു വൺ ടൈം വാച്ച്, അത്രയാണ്. അതിലപ്പുറം ഒന്നുമില്ല. മാർക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? അയ്യ, അതൊന്നും പറയാനില്ല. അതെവിടെ കിടക്കുന്നത് ഇതെവിടെ കിടക്കുന്നത്, അതും ഇതൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതൊരു അന്വേഷണ സ്റ്റോറി അല്ലേ, മറ്റത് മാർക്കോ വേറെ. അതൊന്നും പറയാൻ പറ്റില്ല. 2005 ഇനി ഒരുപാട് പടങ്ങൾ വരാനില്ലേ. നാളെ അത്ര ഒന്നും പറയാനില്ല. അത്ര വലിയ ഹിറ്റ് ഒന്നാവുന്ന എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്ര നല്ല പടമാണ്. നല്ലൊരു തുടക്കം എന്ന് പറയാൻ മാത്രം ഇല്ലാന്ന് എന്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ സാധാരണ കണ്ടുവരുന്ന പടങ്ങളെ പോലെ തന്നെ ഒരു സെയിം, വേറെ ഡിഫറൻസ് ഒന്നുമില്ല പടത്തിൽ. നമുക്ക് ഒരു എന്തെങ്കിലും എടുത്തു പറയണമെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് വേണ്ടേ, അതൊന്നുമില്ല ഈ പടത്തിൽ. സാധാരണ ലെവലിലുള്ള ഒരു വൺ ടൈം വാച്ച് മൂവിയാണ്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രം ഒന്നും ഇല്ല ഇതിൽ. ഒരു സാധാരണ ലെവലിലുള്ള പടം. അല്ലാണ്ട് ഒരുപാട് നമ്മൾ ഇതുപോലുള്ള മൂവികൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, അന്വേഷണ കഥകൾ ഒരുപാട് കണ്ടിട്ടില്ലേ. അതുപോലൊരു മൂവി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പ്രഡിക്റ്റബിൾ ഒന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ടോവിനോടെ എല്ലാം പെർഫോമൻസ് ഒക്കെ ഓക്കെ, പക്ഷെ അത്ര വലിയ എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല ഒരു മൂവി ഒന്നുമല്ല. കണ്ടിരിക്കാം നമുക്ക്. ഒരു വൺ ടൈം വാച്ച് മൂവിയാണ്. ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞാല് ഒരു സീൻ നമ്മളൊരു കിളി പോയ ലെവലിലാണ്. ഒരു ടോവിനോക്ക് വെടിവെച്ചിട്ട് അവൻ കാർ എടുത്ത് പോകുന്ന ഒരു സീനുണ്ട്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് കിളി പോയി, കാരണം എനിക്കൊന്നും മനസ്സിലായില്ല ആ സീന്. ബാക്കി കുഴപ്പമില്ല. യുക്തിക്ക് നിരക്കുന്ന സീൻസ് ഒക്കെയാണ് കൂടുതൽ. അതൊന്നും കുഴപ്പമില്ല. സാധാരണ സിനിമയല്ലേ, നമ്മൾ ആ ലെവലല്ലേ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ പടം കൊള്ളാം, കുഴപ്പമില്ല. ഒരു വൺ ടൈം വാച്ച് മൂവി, അത്രേ പറയാനുള്ളൂ. അതൊരു ഹിറ്റ് ബമ്പർ ഹിറ്റ് ആണെന്ന് പറയാൻ മാത്രം ആയില്ല. 2025 ഇപ്പോ ആദ്യമായിട്ടൊരു പടം വന്നതല്ലേ, കുഴപ്പമില്ലാതെ കണ്ടിരിക്കാം, അത്ര പറയാം. ഓക്കെ. അങ്ങോട്ട് മാറിക്കേ.